ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ പവർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എന്താണ് ലെജിസ്ലേച്ചർ, എന്താണ് എക്സിക്യൂട്ടീവ്, എന്താണ് ജുഡീഷ്യറി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം എന്താണ് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടത് എന്നതിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. പൊതുവേ എല്ലാവരും കുറച്ച് പാടാണെന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. പക്ഷേ സത്യത്തിൽ ഇത് അത്ര പാടുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ഒരു ഓർഡർ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ഈസിയാണ്. ഓക്കെ, അല്ലാതെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന ഈ ഒരു ഓർഡറിൽ ഇപ്പോൾ ഈ പോയിന്റുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് ഈ കാര്യം എന്താണെന്ന് അറിയില്ല അല്ലേ. എങ്ങനെയാണ് ഈ ഒരു ഭരണഘടന രൂപപ്പെട്ടത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഈ ഫീച്ചർ എങ്ങനെയൊക്കെ വന്നു എന്നുള്ളതിൻ്റെ ഒരു 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 ഫ്ലോ നിങ്ങൾക്ക് കിട്ടാത്തതാണ് സത്യത്തിൽ ഈ ഒരു ചാപ്റ്റർ കുറച്ച് പാടാണെന്ന് തോന്നിക്കാനുള്ള കാരണം. സത്യത്തിൽ ഇത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ പറയാറുള്ള പോലെ തന്നെ എന്താണ്, ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ എൻ്റേതായ രീതിയിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിന്റുകൾ എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ആ ഒരു ചരിത്രത്തെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അത് മനസ്സിലായാലേ നമുക്ക് കൂടുതൽ അങ്ങോട്ട് പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്കറിയാം ഏതാണ്ട് ഒരു 200 വർഷത്തോളം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു അല്ലേ, ബ്രിട്ടീഷുകാരുടെ റൂളിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷിനൊരു പാർലമെൻ്റ് ഉണ്ട്. ആ പാർലമെൻറ്റ് നമ്മുടെ ഇന്ത്യയെ ഒരു കോളനിയായിട്ട് കണ്ട് ഇന്ത്യക്ക് വേണ്ടി പല നിയമങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും അന്ന് ശത്രുക്കളൊന്നും ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള ജോലിക്കാർ 3/4 പേരും ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പം അന്ന് ഇന്ത്യക്കാർ ബ്രിട്ടീഷിനെ അങ്ങനെ ശത്രുവായിട്ടൊന്നും കണക്കാക്കുന്നില്ല. അതായത് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ തുടങ്ങുന്നതിന് മുന്നത്തെ കാര്യമാണ്. അപ്പം അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പല പല നിയമങ്ങൾ എന്ത് ചെയ്യും, കൊണ്ടുവരും. അപ്പോൾ പക്ഷെ അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കിട്ട് പണി തരികയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ട് നമ്മളെ എന്ത് ചെയ്യുകയാണ്, ലൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളെ എന്താണ് നമ്മുടെ റിസോഴ്സിനെ അടിച്ചുകൊണ്ട് പോകാനാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് അവർ എന്ത് ചെയ്യും, നമുക്ക് റെയിൽവേ തന്നു, നമുക്ക് കുറേ ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നു. പക്ഷേ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തിരിയാൻ തുടങ്ങി. ഏതാണ്ട് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള, ഇതിന് മുന്നേയും നടന്നിട്ടുണ്ടില്ലെന്നല്ല, എന്നാലും എടുത്തു പറയേണ്ട പോയിന്റ് പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ ചരിത്രം അത്രത്തോളം ഡീപ്പായിട്ട് ഡീറ്റെയിൽഡായിട്ട് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു പോകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പല പല സംഘടനകൾ വരുന്നു. അവരെന്ത് പറയുന്നു, ബ്രിട്ടീഷുകാരിവിടെ വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യ വിട്ട് പോകണം, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വില തരണം, ഈ പറയുന്ന ഉന്നത പദവികൾ ഇന്ത്യക്കാരെ ജോലിക്കെടുക്കണം, ഇലക്ഷൻ നടത്തിയിട്ട് വേണം അധികാരികളെ തീരുമാനിക്കാൻ, അങ്ങനത്തെ പല കാര്യങ്ങളും ഡിമാൻഡ് ചെയ്യുന്നു. കുറേയൊക്കെ അവരെന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ 1919 ഇന്ത്യ ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, അതുപോലെ 35 ആക്ടുകളൊക്കെ വന്നപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതുപോലെ കിട്ടി. അങ്ങനെ കിട്ടി വരുന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1942 ആയപ്പോൾ 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്. അപ്പോൾ അന്ന് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് യുദ്ധത്തിന് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യക്കാരുടെ സഹായം ചോദിക്കും ബ്രിട്ടീഷുകാർക്കെതിരെ. അന്ന് ഇന്ത്യക്കാർ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല. മഹാത്മാഗാന്ധിയുടെ ഒക്കെ ലീഡർഷിപ്പിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ ഇന്ത്യ പറയുന്ന ഓരോ കാര്യങ്ങളും കുറച്ചായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അക്സെപ്റ്റ് ചെയ്ത് തരാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ ആ സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്തു. അതായത് നമുക്കൊരു ഭരണഘടന വേണം, ഇന്ത്യക്കാർ തന്നെ ഉണ്ടാകുന്നൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് 1942 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് അയക്കുന്ന ഒരു കമ്മീഷൻ്റെ പേരാണ് ക്രിപ്സ് മിഷൻ. സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ആളുടെ ലീഡർഷിപ്പിൽ വന്നൊരു കമ്മീഷനാണിത്. മൊത്തം ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ നോർമലി ഇവർ വന്ന് പഠിച്ചിട്ട് ഇതിൻ്റെ വലിയ അത്യാവശ്യമൊന്നുമില്ല, എന്നാലും ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മൾ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവർ എന്ത് ചെയ്തു, അത്ര നല്ലൊരു രീതിയിലായിരുന്നില്ല പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ എന്ത് ചെയ്തു, ഇതിനെ റിജക്റ്റ് ചെയ്ത് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന 45 കഴിയാറായപ്പോഴത്തേക്കും 2ാം ലോക മഹായുദ്ധമൊക്കെ അവസാനിച്ചപ്പോഴത്തേക്കും ബ്രിട്ടീഷിന് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അവർക്ക് ഈ കോളനികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാതായപ്പോഴത്തേക്കും നൈസായിട്ട്, മാത്രമല്ല ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം അന്ന് ശക്തമായിട്ട് വരുന്ന കാലമാണ്. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്നുള്ള ഏതാണ്ട് ഒരു തീരുമാനമെത്തി. അങ്ങനെ ഈ പവർ ഇന്ത്യക്കാർക്ക് തിരിച്ചു കൊടുക്കുമല്ലോ, ഒരു രാജ്യമല്ലേ ഒറ്റയടിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരുടെ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവിടോട്ടൊരു കമ്മീഷൻ അയക്കുകയാണ്. അതിൻ്റെ പേരാണ് ക്യാബിനറ്റ് മിഷൻ.
ഈ ക്യാബിനറ്റ് മിഷൻ ഇവിടെ വന്നിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. ഇനി എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു പാർലമെൻറ്റ് പോലും നിങ്ങൾ അങ്ങ് ആലോചിച്ചാൽ മതി. അതിൽ ഇലക്റ്റഡ് മെമ്പേഴ്സാണ് വരുന്നത്. ഇവിടെ ഇലക്ഷൻ നടന്നിരുന്നു, പക്ഷേ അതൊരു കറക്റ്റ് ഡെമോക്രാറ്റിക് ഇലക്ഷനൊന്നും ആയിരുന്നില്ല. ഏതാണ്ട് 389 മെമ്പേഴ്സ് മൊത്തം നമ്മുടെ ഇന്ത്യയിൽ മറ്റേ ഈ പറയുന്ന പ്രിൻസിലി സ്റ്റേറ്റുകളിൽ അതും കൂടെ ഉണ്ടായിരുന്നു. 47 പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ അത് 299 മെമ്പേഴ്സാണ്. ഇവരൊക്കെ കൂടി ചേർന്ന് തീരുമാനിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് ഈ വരുന്ന ഭരണഘടന എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്മുടെ കമ്മീഷൻ, ക്യാബിനറ്റ് മിഷൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നു. അതിലേക്ക് മെമ്പേഴ്സ് വരുന്നു. അങ്ങനെ 6 ഡിസംബർ 1946 എന്ത് ചെയ്യുന്നു, ഇത് രൂപപ്പെടുന്നു. അങ്ങനെ 9 ഡിസംബർ 1946 ആദ്യത്തെ മീറ്റിംഗ് എന്ത് ചെയ്യുന്നു, സംഘടിപ്പിക്കുന്നു. അവിടെ ഇലക്ട് ചെയ്തിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുന്നു. ഈ പറയുന്ന ഇതൊരു ചർച്ച നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പാർലമെൻറ്റ് പോലെ ഇങ്ങനെ ആൾക്കാർ കൂടി ഇവിടെ ചർച്ച ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം അല്ലേ. കാരണം ഈ രാജ്യം മുന്നോട്ട് പോകണം. ബ്രിട്ടീഷുകാർ അധികാരം ഇവിടെ ഒഴിഞ്ഞു പോകുമ്പോഴത്തേക്കും അവർ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ രാജ്യത്തൊരു ഒരു കൺട്രോളില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. അതിനുവേണ്ടി നല്ലൊരു ഭരണകൂടം, അല്ലെങ്കിൽ ഇന്നത്തെ പോലീസും മിലിറ്ററി എല്ലാം ഇവിടെ ഉണ്ട്. അതിനെല്ലാം കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് വ്യക്തമായിട്ടുള്ളൊരു ഭരണഘടനാ സെറ്റപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, വിവരമുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അവർ ചർച്ച ചെയ്യുന്നു, കാര്യങ്ങൾ നടത്തുന്നു. എല്ലാ ഭാഗത്തുനിന്നും എല്ലാ മേഖലയിൽ നിന്നുള്ള മെമ്പേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ വെച്ച് രൂപം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയുടെ പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത് വരുന്ന ഓഗസ്റ്റ് 29, 1947 ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് BR അംബേദ്കർ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഭരണഘടന എഴുതി തയ്യാറാക്കിയാൽ അതിന് ഹെഡ് എന്ന് പറയുന്നത് അംബേദ്കറാണ്. ഭരണഘടനയുടെ ശില്പി എന്ന് പറയാറുണ്ട്. കാരണം എന്താ, അദ്ദേഹം അംബേദ്കറിൻ്റെ ലീഡർഷിപ്പിലുള്ള ചെയർമാൻഷിപ്പിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഭരണഘടന എഴുതി തയ്യാറാക്കുന്നത്. ഓക്കെ, അങ്ങനെ 2 വർഷം ഈ പറയുന്ന 29 ഓഗസ്റ്റ് 47 തൊട്ട് 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുന്നു. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ഭരണഘടന നവംബർ 26, 1949 എന്ത് ചെയ്യുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത വർഷം ജനുവരി 26 ഇതെന്ത് ചെയ്യുന്നു, പ്രാബല്യത്തിൽ വരുന്നു, കെയിം ഇൻ ടു ഫോഴ്സ്. അന്നാണ് നമ്മുടെ ഇന്ത്യ എന്തായിട്ട് മാറുന്നത്, ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറുന്നത്. അതാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ഓക്കെ, അന്ന് എഴുതി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും 22 ഭാഗങ്ങൾ 22 പാർട്സുമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ അവിടെ നമ്മൾ പറയേണ്ട ഒരു സംഭവം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യത്തെ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആമുഖം. അതിനെ നമ്മൾ പ്രിയാമ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രിയാമ്പിൾ എങ്ങനെ വന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു 9 ഡിസംബർ 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച് ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഡിസംബർ 13 നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ, ഫസ്റ്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആരാണ്, ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നു, ഒരു ലക്ഷ്യപ്രമേയം കൊണ്ടുവരുന്നു. അതായത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലേ, എന്താണ് നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഫിലോസഫി അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പിൾ, അല്ലേ, ഒരു ബേസ് വേണ്ടേ തുടങ്ങുമ്പോൾ എന്തിനായാലും. അങ്ങനെ അന്നത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച നിങ്ങൾ ഒരു സെമിനാർ എടുത്തു എന്ന് വിചാരിക്കുക. സെമിനാർ നമ്മുടെ ക്ലാസ് എടുക്കുന്ന പോലെ ജവഹർലാൽ നെഹ്റു ഒരു സംഭവം എഴുതിക്കൊണ്ട് വന്ന് അവിടെ ഈ പറയുന്ന മീറ്റിങ്ങിൽ വായിക്കണം. അതിൻ്റെ പേരാണ് എന്ത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ പോയിന്റുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നുള്ള പ്രധാന ഭാഗങ്ങളെടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ബുക്കിന് ആദ്യത്തെ പേപ്പറായിട്ടുള്ള പ്രിയാമ്പിൾ അങ്ങോട്ട് നിർമ്മിച്ചു എന്ന് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, പ്രിയാമ്പിളായിട്ട് മാറുന്നത്. അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്, ഓക്കെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കുക, നമ്മളൊരു സോവറിൻ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അത് സ്വയം അധികാരമുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയ രാജ്യമായിരിക്കണം. ഇവിടെ ഡെമോക്രസി വേണം, എന്ന് വെച്ചാൽ ജനങ്ങൾക്കായിരിക്കണം പരമാധികാരം. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി പോലെയുള്ള മൂല്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഫെഡറൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഫണ്ടമെൻ്റൽ റൈറ്റ്, എന്താണ്, മൗലിക അവകാശങ്ങൾ വേണം. മൈനോറിറ്റീസിനെയും മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. സമാധാനവും വെൽഫെയറും ഒക്കെ എൻഷുർ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെയൊക്കെയാണ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നിനുമുള്ള പ്രൊവിഷൻസ്, അല്ലെങ്കിൽ ഇത് ഓരോന്നും രാജ്യത്തുണ്ടാകാനുള്ള നിയമങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ബുക്കിനകത്ത് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ കടമെടുത്ത് എഴുതി ചേർക്കുന്നത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക.
അങ്ങനെ അത് പ്രിയാമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഈ പറയുന്ന ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, പ്രിയാമ്പിളായിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എടുക്കുന്നു. അത് നമ്മുടെ ഫണ്ടമെൻ്റൽ വാല്യൂസും ആസ്പിറേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കി, ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറയാം, ഇതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് അതിലോട്ട് പോവാം. ഓക്കെ, ഒന്ന് പ്രധാനപ്പെട്ട ഫീച്ചർ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഓരോ നിയമങ്ങളും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലൊരു പാർലമെൻ്ററി ഡെമോക്രസിയെ പറ്റി പറയുന്നുണ്ട്. അതായത് എന്തായിരിക്കും മെമ്പേഴ്സ്, ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന രാജ്യത്തിൻ്റെ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള എം പിമാർ, സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ MLA മാരൊക്കെ ജനങ്ങൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട് ചെയ്യുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ നടത്താനായിട്ട് ഒരു ഉദ്യോഗസ്ഥരുടെ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഈ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാൻ ലെജിസ്ലേച്ചർ ഉണ്ട്. അങ്ങനെ ഒരു പാർലമെൻ്ററി ഒന്ന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്. റിജിഡും ഫ്ലെക്സിബിളുമായിട്ടുള്ള സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ നമുക്കറിയാം കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണം അല്ലേ. അപ്പോൾ ആ മാറ്റങ്ങൾക്കുള്ള പ്രൊവിഷനും നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളൊന്നും എന്ത് വന്നാലും മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിജിഡാക്കി, അല്ലെങ്കിൽ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള കുറേ ഭാഗങ്ങളുമുണ്ട്, മാറ്റാൻ പറ്റുന്ന ഭാഗങ്ങളും. അങ്ങനെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, റിജിഡും അതോടൊപ്പം തന്നെ എന്താണ്, ഫ്ലെക്സിബിളുമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ അടിസ്ഥാന തത്വങ്ങളുണ്ട്. അത് നമുക്ക് പോകെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഭരണഘടന എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ ഓരോ പാർട്ടിക്കാരെ ഭരിക്കാൻ വരുന്നത്. അപ്പോൾ അവരുടെ സൗകര്യത്തിന് മാറ്റാനൊന്നും പറ്റത്തില്ല. കുറേ കാര്യങ്ങളൊക്കെ മാറ്റാൻ പാടില്ല എന്നുള്ള ഉറച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ കാലം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് അമെൻമെൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും, ഓക്കെ, മൗലിക അവകാശവും മൗലിക കടമകളും. ഒരു പൗരൻ, ഇന്ത്യക്കാരനായ ഒരു പൗരന് കൊടുക്കുന്ന കുറേ മൗലിക അവകാശങ്ങളുണ്ട്. അയാളുടെ അവകാശമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കാനുള്ള അവകാശം, ജീവിക്കാൻ ജോലി ചെയ്യാനുള്ള അവകാശം, അങ്ങനത്തെ അവകാശങ്ങൾ. അതുപോലെ നമ്മൾ സിറ്റിസൺസ് രാജ്യത്തിനോട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഡ്യൂട്ടീസുണ്ട്. അതും ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മൾ DPSP എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ക്ഷേമ രാജ്യം, ഓക്കെ, സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ട് നല്ല അടിപൊളിയായിട്ട് രാജ്യം പോകണമെങ്കിൽ അതിന് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഉറപ്പായിട്ട് ചെയ്യണമെന്നുള്ള അങ്ങനെ നിർബന്ധമല്ല പറയുന്നത്, എന്നാലും ഇത് ചെയ്തു പോകേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ 2 ഹൗസുകളുണ്ട്, ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട് അല്ലേ. നമ്മൾ അപ്പർ ഹൗസും ലോവർ ഹൗസും എന്നും പറയും. ലോക്സഭയാണ് ലോവർ ഹൗസ്, രാജ്യസഭയാണ് അപ്പർ ഹൗസ്. ഓക്കെ, അതായത് ജനങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ലോക്സഭയുണ്ട്, അടുത്ത് നോമിനേറ്റ് ചെയ്ത് വരുന്ന രാജ്യസഭയുണ്ട്. ഈ പറയുന്ന ലോക്സഭയിൽ പാസ്സാക്കുന്ന ഒരു കാര്യം രാജ്യസഭയിലും കൂടെ പോയിട്ട് ഒന്നുകൂടിയൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് നിയമമായിട്ട് മാറാൻ. അപ്പോൾ അങ്ങനെ ഒരു പരസ്പരം റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു രീതി ഇവിടെ വരുന്നുണ്ട്. ഫെഡറലിസം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റുകളുടെ, നമ്മൾ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റേറ്റ് ചേർന്നിട്ടല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും അധികാരങ്ങൾ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫെഡറലിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അങ്ങനെ ഈ പറയുന്ന പവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്കിടയിൽ നന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ പവർ സ്റ്റേറ്റിനുണ്ട്, കുറേ പവർ സെൻട്രൽ. ഇത് ഓരോ നമ്മൾ വ്യക്തമായിട്ട് പിന്നീട് പഠിക്കും. അതുപോലെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി, അതുപോലെ ലെജിസ്ലേച്ചർ ആയാലും ശരി, എക്സിക്യൂട്ടീവ് ആയാലും ശരി, നിയമം നിർമ്മിക്കുന്ന MLA MP മാരായാലും ശരി, അത് നടത്തുന്ന ഉദ്യോഗസ്ഥരായാലും ശരി, ഇവർക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാം. കോടതി നമുക്ക് എന്ത് ചെയ്യും, നീതി നടപ്പിലാക്കി തരും. ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ ഭരണഘടന കുറേ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ SC/ST കമ്മീഷൻ പോലെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജോലി ഈ പറയുന്ന രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ UPSC നല്ല ഉദാഹരണമാണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുപോലെ കേരള PSC, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. എന്ന് വെച്ചാൽ നിയമപരമായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇവർക്ക് കുറേ അധികാരങ്ങളുണ്ട്. ഇവരുടെ അധികാരങ്ങൾ മറ്റാർക്കും ഇടപെടാൻ പറ്റത്തില്ല. എങ്കിലേ ഈ രാജ്യത്ത് നിഷ്പക്ഷമായിട്ട് പഠിച്ചവർക്ക് ജോലി കിട്ടി രാജ്യം നല്ല രീതിയിൽ പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമാണ്, ഇത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. ഇപ്പം ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യം കാണുന്നത് ഈ ഒരു മീറ്റിംഗാണ്. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന 1947 ഓഗസ്റ്റ് 15 തൊട്ട് മുമ്പ് 14-ാം തീയതി അർദ്ധരാത്രിയിൽ പാർലമെൻറ്റ് ഇതുപോലെയാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നടന്നത് കേട്ടോ. അങ്ങനെ ഈ പാർലമെൻറ്റ് നടന്ന മീറ്റിംഗാണ്. ഇതിൻ്റെ പേരാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഓക്കെ, അതായത് നമ്മൾ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുന്ന വാക്ക്, ട്രസ്റ്റ് എന്ന് വെച്ചാൽ നേർക്ക് നേർ. നമ്മൾ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ പിന്നെ മലയാളം മറന്നു ഇവിടെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മലയാളം ഡെസ്റ്റിനിയുടെ വിധിയുമായി നേർക്ക് നേരുന്നു, അങ്ങനെ എന്താണ് എൻ്റെ മീനിങ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് നടത്തിയ ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു സ്പീച്ചിൻ്റെ പേരാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഇത് പറയുന്നത് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു
ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷിൻ്റെ കയ്യിൽ നിന്ന് മാറി ഫ്രീഡം ഉള്ള ഒരു രാജ്യമായിട്ട് മാറും. നാളെ നമ്മളത് എന്ത് ചെയ്യാൻ പോവുകയാണ്, അച്ചീവ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുന്നൊരു സ്പീച്ചാണ്. അപ്പോൾ ഇതാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അങ്ങനെ നമ്മൾ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവും. അപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ 15 ഓഗസ്റ്റ് 47 നമ്മൾ എന്ത് ചെയ്തു, ഇൻഡിപെൻഡൻ്റ് ആവുന്നു. അന്ന് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വം ആർക്കുണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താണ്? നല്ലൊരു ഭരണഘടന നിർമ്മിച്ചെടുക്കുക, അല്ലെ? ജാതി വ്യവസ്ഥയും അങ്ങനത്തെയുള്ള ഒരുപാട് സാമൂഹികമായിട്ടുള്ള ഈവൽസ്, മനുഷ്യ റൈറ്റ്സിൻ്റെ, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻ, ഇതൊക്കെ ബ്രിട്ടീഷ് ഭരിച്ചവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി നല്ലൊരു സൊസൈറ്റി നിർമ്മിച്ചെടുക്കാനുള്ള ജോലി ആർക്കാണ്? കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് ഉണ്ടായിരുന്നു. കാരണം അവരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് എന്ത് ചെയ്യാൻ പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് അത് ഇവിടെ തന്നേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, 13-ാം തീയതി ജവഹർലാൽ നെഹ്റു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നു. ആദ്യം പറയാൻ പോകുന്നു, പ്രസംഗിക്കാൻ പോവുകയാണ്. അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സോവറിൻ റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യമായിരിക്കും. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫ്രെയിം ചെയ്യാനായിട്ട്. ഓക്കെ, മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓക്കെ, ബ്രിട്ടീഷിൻ്റെ ടെറിട്ടറീസ് ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? നമ്മളൊരു യൂണിയൻ ഓഫ് ടെറിട്ടറീസ് എന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കണം. ഈ ടെറിട്ടറീസിനെല്ലാം എന്തായിരിക്കണം? സ്വയം ഭരണത്തിനുള്ള അവകാശം കൊടുക്കണം. അതാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് പറഞ്ഞത്. ഈ ഓരോരുത്തർക്കും സെപ്പറേറ്റ് പവർ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ പറയുന്ന സാമൂഹിക നീതിയൊക്കെ ഉറപ്പുവരുത്തണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? പ്രിയാമ്പിൾ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ. കണ്ടോ, ഇപ്പോൾ എന്താ പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ഇവിടെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സാഹോദര്യം, ഇതൊക്കെ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പ്രിയാമ്പിൾ എന്ത് ചെയ്തു, നിലവിൽ വന്നു. അങ്ങനെയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് അവിടെ തന്നിരിക്കുന്നത്. ഓരോന്നും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ 395 ഭാഗങ്ങൾ, 22 പാർട്ട്, അല്ലേ? ഇതുണ്ടായിരുന്നു, 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. 50 ജനുവരി 26 നിലവിൽ വന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് നിലവിൽ വന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് പറയുക കേട്ടോ. ഇതൊന്നും കിട്ടുന്നില്ല സാറ് ഉദ്ദേശിച്ച രീതിയിൽ വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. ബൈ ക്യാമറ ലെജിസ്ലേഷൻ ഉണ്ട്, ഫെഡറലിസം, എല്ലാ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് നീണ്ടുപോയി എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഇൻട്രൊഡക്ഷൻ വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ത്യൻ ഫെഡറലിസം. സോ എന്താണ് ഈ ഫെഡറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സ്റ്റേറ്റിനും സെൻട്രലിനും ഇടയിലായിട്ട് അധികാരത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെഡറലിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷന് നമുക്ക് സ്റ്റേറ്റുകളായിട്ട് നമ്മൾ രാജ്യത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിന് കുറേ പവറുണ്ട്. അതുപോലെ ഇതിന് കുറച്ചുകൂടി കൂടിയ പവർ ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. ഇവർ പരസ്പരം, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴേ വരുന്ന ഒന്നല്ല. അവർക്കും അവരുടേതായ എന്തുണ്ട്, ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. കാരണം ഒരു സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവിടെ വ്യത്യാസമായിട്ടില്ല. ഇപ്പോൾ 2 സ്റ്റേറ്റ്, ഇപ്പോൾ കേരളം, തമിഴ്നാട്, ഭാഷയെ വ്യത്യാസമുള്ള ആൾക്കാരാണ്. നമ്മുടെ ആവശ്യങ്ങൾ, സംസ്കാരമൊക്കെ വ്യത്യാസമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ സെൻട്രലിൽ പറയാനായിട്ടും നമ്മുടെ കാര്യങ്ങൾ നല്ല ശക്തമായി നോക്കി നടത്താനും നമുക്ക് എന്ത് വേണം? കുറേ പവർ വേണ്ടേ? അപ്പോൾ അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഈ വാക്ക് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് എഴുതിയിട്ടില്ലെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഫെഡറലിസത്തിന് വേണ്ട ബേസിക് കാര്യങ്ങൾ എന്തായിരിക്കണം? ഒരു റിജിഡ് ആയിട്ടുള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. കാരണം നാളെ തർക്കം ഉണ്ടാവരുത്. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയരുത്. എല്ലാം എഴുതി വെച്ചേക്കണം. അപ്പോൾ നമുക്ക് നാളെ സംശയം വന്ന എഴുതി കാണിച്ചു കൊടുക്കുക. അതാ കണ്ടു, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്റ്റേറ്റിന് ഇത്ര പവർ തരണം, അല്ലെ സെൻട്രലിന് ഇത്ര പവർ ഉണ്ട് എന്ന കാര്യം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കണ്ടോ, ഡിവിഷൻ ഓഫ് പവേഴ്സ് വേണം. മാത്രമല്ല ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇടപെടാനായിട്ട് ശക്തമായിട്ടുള്ളൊരു ജുഡീഷ്യറിയും വേണം. അപ്പോൾ ഇതെല്ലാം ആർക്കുണ്ട്? നമ്മുടെ ഇന്ത്യക്ക് ഉണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഫെഡറലിസം വർക്കാവും. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മുടെ ഒരു ആമുഖം എന്ന നിലയിൽ ഈ ചാപ്റ്ററിലോട്ട് നമ്മൾ എത്തുന്നത്. ഇനി നമ്മൾ ഓരോ പാർട്ടുകളെ പറ്റിയിട്ട് പഠിക്കും, അതിനകത്ത് ലിസ്റ്റുകളെ പറ്റി പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ അധികാരത്തിൻ്റെ ഡിവിഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറി എന്താണെന്ന് പഠിക്കുന്നു. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്, ഈ കാണുന്ന നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താലും മതി, ഞാൻ എന്ത് ചെയ്യാം, അയച്ചു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.